ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, അത് മോളെ, ഒന്നും പറയാനും ചിന്തിക്കാനും നിൽക്കണ്ട. ജഗനെയും കൂട്ടി ഇങ്ങോട്ട് പോരെ. ഇല്ല അച്ഛാ, ജഗൻ തീരുമാനിച്ചതുപോലെ തൽക്കാലം ഞങ്ങളൊരു വാടക വീട് എടുത്ത് മാറാം. അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങിക്കോട്ടെ. ഹലോ മോളെ. അമ്മയോ? സുഖാണോ അമ്മേ? അച്ഛനെവിടെ? അച്ഛനും ഉറങ്ങുന്നു. അച്ഛൻ ഉറങ്ങാന്നോ ഈ സമയത്തോ? ഈ സമയത്ത് അങ്ങനെ ഉറങ്ങുന്ന പതിവൊന്നുമില്ലല്ലോ. എന്തു പറ്റി അമ്മേ? അച്ഛന് പനിയാണോ? ഒന്നുമില്ല മോളെ. ഇന്നലെ എന്തോ അച്ഛന് നല്ല ഉറക്കം കിട്ടിയിട്ടില്ല, അതാ. ആ, അതൊക്കെ പോട്ടെ. അവിടെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഇവിടെ തീയമോളും ഇല്ല, മുത്തശ്ശിയും ഇല്ല. ആകെ ഉറങ്ങിക്കിടക്കുക വീട്. ഓ, ഇപ്പൊ അച്ഛൻ കിടക്കുന്നതിന്റെ കാര്യം മനസ്സിലായി. അച്ഛമ്മയെ കാണാത്തതിന്റെ ടെൻഷനായിരിക്കും. അതായിരിക്കും ഇന്നലെ രാത്രി ഉറക്കം വരാത്തെ. മോൾ അവിടുത്തെ വിശേഷം പറ. ദിയമോൾ എവിടെ? നമ്മളെ അവിടെ നിന്ന് അടിച്ചിറക്കി. ഫോൺ തന്നെ, ഫോൺ താ. ഈ പെണ്ണിന് മിണ്ടാതിരുന്നൂടെ? ആ അമ്മേ, ഇവള് വെറുതെ. ഇല്ല, ദിയമോള് കള്ളം പറയില്ല. എന്താ മോളെ, എന്താ ഇവിടെ ഉണ്ടായത്? നിങ്ങളിപ്പോ എവിടെയാ? അമ്മേ, അത് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ വേഗം ഇങ്ങോട്ട് പോരെ. ഇവിടെ താമസിക്കാം. വേണ്ടമ്മേ, ജഗന്റെ തീരുമാനം ശരി. തൽക്കാലം ഇതൊന്നും അച്ഛനറിയണ്ട. പാവം, അച്ഛന് സങ്കടാവും. മോളെ, അമ്മ മോളോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അച്ഛാ, നിങ്ങൾ എവിടാ നിൽക്കുന്നത്? അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. അച്ഛാ, അത് മോളെ, ഒന്നും പറയാനും ചിന്തിക്കാനും നിൽക്കണ്ട. ജഗനെയും കൂട്ടി ഇങ്ങോട്ട് പോരെ. ഇല്ല അച്ഛാ,
ജഗൻ തീരുമാനിച്ചതുപോലെ തൽക്കാലം ഞങ്ങളൊരു വാടക വീട് എടുത്ത് മാറാം. മോളെ അച്ഛ, അച്ഛൻ എതിരൊന്നും പറയരുത്. വീട് മാറിയിട്ട് ഞാൻ വിളിക്കാം. നിങ്ങൾ വന്നിട്ട് വേണം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ. മോളെ വന്ദനെ, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കാം അച്ഛാ. ജഗ, നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കുറച്ചു ദിവസമേ ആയുള്ളൂ. അച്ഛന്റെ ഓപ്പറേഷനും കൂടെ കഴിഞ്ഞപ്പോ ആകെ ടൈറ്റായി. ആ, അമ്മയുടെ കയ്യിൽ കുറച്ച് സ്വർണം കാണും. അത് ഇനിയിപ്പോ പണയം വെക്കാൻ. ശിവ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. തൽക്കാലം പണത്തിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ ബുള്ളറ്റ് പണയം വെച്ച് കുറച്ച് പണം കടമെടുക്കാം. ഡാ, അത് വേണോ? അതൊന്നും സാരമില്ല. ആവശ്യം എനിക്ക് എടുക്കാൻ നിന്റെ വണ്ടി ഉണ്ടല്ലോ. വന്ദനെ മോളെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുത്തിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് വേഗം പോകണം. പിന്നെ നിന്റെ പരിചയത്തിൽ ഒരു വീടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ജഗ, അത് നിനക്ക് താമസിക്കാൻ പറ്റിയ വീടല്ല. ഹേയ്, അതൊന്നും നോക്കണ്ട. തൽക്കാലം താമസിക്കാൻ ഒരു വീട് വേണം. എന്റെ ഫ്രണ്ട് ദീപുവിന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അല്പം വലുതാ. ആ, പക്ഷേ നിനക്കാണെന്ന് പറഞ്ഞ വാടക പ്രശ്നമാക്കാതെ തരും. എന്നാ അത് സെറ്റാക്കി തരാം. അതിനു മുമ്പ് ഈ ബുള്ളറ്റ് വെച്ച് കുറച്ച് പൈസ മറിക്കണം. വന്ദനയുടെ അച്ഛനാ. ആ, എടുക്ക്. ഹലോ അച്ഛാ. മാനത്തെ കൊട്ടാരം